ഭൂമിയിൽ ആർക്കും സാധിക്കുകയില്ല. ദൈവത്തിന് മാത്രമേ നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് വില നൽകാനും മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. പക്ഷെ നിങ്ങള് അയ്യോ എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എന്റെ കഷ്ടപ്പാട് കാണുന്നില്ലല്ലോ എന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. കാരണം ദൈവത്തിന്റെ പുസ്തകത്തില് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ കഷ്ടപ്പാടുകളെ കുറിച്ച്, നിങ്ങളുടെ ദുരിതങ്ങളെ കുറിച്ച്. അപ്പൊ ദൈവം നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന് പ്രതിഫലം തരും. ആരും അറിയാത്ത നിങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും അതെല്ലാം ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട, അഭിമാനിക്കുക, ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ആനന്ദം അനുഭവിക്കുക. എന്റെ ദൈവമേ, ഈ ഭൂമിക്ക് വേണ്ടി, ഈ മക്കൾക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി ഇത്ര നന്മ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നല്ലോ എന്നുള്ള ആ ആനന്ദം നിങ്ങൾ എപ്പോഴും ഉള്ളിൽ അനുഭവിക്കുക. അതുകൊണ്ട് ആരും നിങ്ങളെ മനസ്സിലാക്കിയില്ലേലും ബഹുമാനിച്ചില്ലേലും നിങ്ങൾ ഒരു തരത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്നും നിങ്ങളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പറയുന്നില്ലെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളോടുള്ള ബഹുമാനം എപ്പോഴും നമുക്കുണ്ട്. കൈയടിക്കുക. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് നമ്മുടെ ടീച്ചർ പറഞ്ഞത്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞില്ല നിങ്ങൾക്ക് തരിക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഘടികാരചക്രങ്ങൾ പുലർകാലമറിയിച്ച നേരത്തുണർന്നിരുന്നമ്മ, തൂമഞ്ഞു തുള്ളികളെ വെയിൽ കോരി മാറ്റിയതറിഞ്ഞിരുന്നെന്നുമെന്നമ്മ, തീ കൂട്ടി ചായ വെച്ചെന്നെയുണർത്തിയ സ്നേഹസ്വരൂപമാണമ്മ, കുന്നോളമുയരും വിഴുപ്പലക്കി വിയർത്തൊട്ടിയ ദേഹമാണമ്മ, അച്ഛൻ വഴക്കടിച്ചകലുമ്പോഴെപ്പോഴും തേങ്ങിക്കരഞ്ഞിരുന്നമ്മ, ഉപ്പില്ല മുളകില്ല കറികൾക്ക് രുചിയില്ല കേട്ട് സഹിച്ചിരുന്നമ്മ, വിദ്യാലയം കഴിഞ്ഞണയുന്ന നേരത്ത് വാതിൽക്കലെത്തിയോരമ്മ, വയർ നിറച്ചുണ്ണാതെ ഉണ്ണിയെയൂട്ടിയ നന്മയാണെന്നുമെന്നമ്മ, ദാരിദ്ര്യ ദുഃഖത്തെ മാലോകരറിയാതെ കാത്തൊരു മൗനമാണമ്മ, ഓടിക്കിതച്ചെത്തി വാടിത്തളർന്നയാ സമയത്ത് പാലൂട്ടിയമ്മ, പനി പിടിച്ചെന്തിനോ വാവിട്ട് കരയുന്ന നേരത്ത് ജീവനായമ്മ, സ്നേഹം പകുത്തിടും നേരത്തു കൈവിറയ്ക്കാത്തൊരാ വാത്സല്യമമ്മ, രാവേറെ വൈകിടും സമയത്തെടുത്തിട്ടു പാടിയുറക്കിയോരമ്മ, താളം മറന്നിട്ടു താരാട്ടു ചൊല്ലിയ നേരത്തു വായ്ത്താരിയമ്മ, തന്നിഷ്ടമെന്നും മറന്നു വെച്ചിട്ടങ്ങ് ജീവിതം തീർത്തെന്റെ അമ്മ, പേറ്റുനോവിന്റെ കണക്കുമായെത്താതെ അറിയാതെ ഉരുകിയെന്റെ അമ്മ, മാനത്തു താരകപ്പൂക്കൾ വിരിഞ്ഞത് കാണിച്ചു തന്നതെന്റമ്മ, പണിയെടുത്തിട്ട് തളർന്നിരുന്നപ്പോഴും നടുനിവർത്താത്തതെന്റമ്മ, കഷ്ടകാലത്തിന്റെ വഴിയടച്ചിടുവാൻ ദേവരെ കൈകൂപ്പിയമ്മ, ദിക്കറിയാതെ ഈ ജീവിത സാഗരം താണ്ടിയ പായ്വഞ്ചിയമ്മ, നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ കഴിയാതെ ഉഴറിയ ഏഴയൻ്റമ്മ, അശ്രുബിന്ദുക്കളെ മന്ദസ്മിതം കൊണ്ട് മൂടിയ പൂനിലാവമ്മ,
അമ്മയ്ക്കു തുല്യമീ അമ്മ മാത്രം എന്നു പറയാതെ അറിയിച്ചൊരമ്മ. എന്നെ ഞാനാക്കി മാറ്റിയോരമ്മ, എന്നെ ഞാനാക്കി മാറ്റി എന്റമ്മ. എന്നെ ഞാനാക്കി മാറ്റിയോരമ്മ, എന്നെ ഞാനാക്കി മാറ്റി എന്റമ്മ. അച്ഛൻ പറഞ്ഞുകൊണ്ട് രണ്ടു വാക്ക് പറയുകയാണ്. ഇന്ന് അച്ഛൻ പള്ളിയിൽ പുസ്തകം പറഞ്ഞു, 10ാം ക്ലാസ്സിൽ 12ാം ക്ലാസ്സിലേക്ക് ജയിക്കാനായിട്ട് അധികം സാധനമൊന്നും ആവശ്യമില്ല, കുറച്ച് നിന്ന് പഠിച്ചാൽ മതി. IAS ഒക്കെ പഠിക്കുമ്പോൾ കൂടുതൽ സാധനങ്ങൾ വേണം, എന്നാൽ മാത്രമേ വലിയ സാധനങ്ങൾ ഏറ്റെടുത്താലേ വലിയ പദവിയിലും വലിയ നിലയിലും എത്താനായിട്ട് കഴിയുകയുള്ളൂ എന്ന് അച്ഛൻ പറയുന്നുണ്ട്. മാതാവിൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിലും മാതാവിനെ കുറിച്ച് പറയുകയാണെങ്കിലും വലിയ സാധനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് മാതാവ് ഈശോയുടെ അമ്മയാവുകയും അതുപോലെ തന്നെ ഈശോയുടെ കുരിശുമരണത്തിനും ഉദ്ധാനത്തിനും ഒക്കെ പങ്കാളിയായും സഭയുടെ സഹരക്ഷയായി തീരുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വലിയ സാധനങ്ങൾ ഏറ്റെടുക്കുന്ന എന്ന് വെച്ചാൽ ഇരട്ടി പണിയെടുക്കുന്ന അമ്മമാരാണ് നമുക്കുള്ളത്. എല്ലാ അമ്മമാരും ഇരട്ടി പണിയെടുക്കുന്നു, വീട്ടിലും പുറത്തും ഒരേപോലെ തന്നെ ജോലി ചെയ്യുന്ന അമ്മമാരെയാണ് നമ്മൾക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. ചെറിയ പെൺകുട്ടികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ശരിക്കും അമ്മമാരെ കുറിച്ചാണ് പറയുന്നത്. അമ്മമാര് സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കുടുംബത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാക്കന്മാരോടൊപ്പം തന്നെ വളരെ ധീരമായിട്ട് മുന്നോട്ട് നയിക്കുന്നു. അതുപോലെ എല്ലാ സഹനങ്ങളും വീട്ടിലുള്ള ഭൂരിഭാഗം സാധനങ്ങളും ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവുന്ന അമ്മമാരാണ്. അങ്ങനെയാണ് ഓരോ കുടുംബവും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇവർക്ക് എല്ലാ ആശംസകളും നേരുകയാണ്. ഈ ദിനത്തിന്റെ എല്ലാ ആശംസകളും എല്ലാ അമ്മമാർക്കും നേരുകയാണ്. അതുപോലെ തന്നെ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ മാതാവിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചവരിൽ ആരെ ഉപേക്ഷിച്ചായി കേട്ടിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒരുവനെ പോലും ഉപേക്ഷിച്ചായി കേട്ടിട്ടില്ല, ഒരാളെ പോലും ഉപേക്ഷിച്ചായി നാളിതുവരെ കേട്ടിട്ടില്ല എന്നാണ് നമ്മുടെ പ്രാർത്ഥനയിൽ പറയുന്നത്. അത് സത്യമാണ്. അത് അമ്മമാര് മാതാവിനോട് ചേർന്ന് അധ്വാനിക്കുമ്പോൾ, ഈശോയുടെ നാമത്തിൽ അധ്വാനിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം ഇരട്ടിയായിരിക്കും. ആശംസകൾ ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുന്നു.